ഈ വീഡിയോൻ്റെ കണ്ടന്റ് ചെയ്ത് തീർത്ത് അന്നത്തെ ദിവസം രാത്രി തന്നെ എനിക്ക് പനി വന്നില്ല. അത് പനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കൊണ്ടല്ല, ചിലപ്പം ഇതായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ സംഭവം എന്തെങ്കിലുമായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജീൻ്റെ പ്രസൻസ് ആയിരിക്കും. അന്നേരം എനിക്ക് പനി വന്നില്ല. അപ്പം ഈ വീഡിയോ നമ്മൾ 3 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ഈ കണ്ടന്റ് തന്നെ ചാനലിൽ തപ്പി നമുക്ക് കാണാൻ പറ്റും. 4 പ്രാവശ്യവും ഈ കണ്ടന്റ് നമ്മളതിന് മൂഞ്ചിപ്പോയതാണ്. ഫുൾ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ വീഡിയോയും 2 പാർട്ടുണ്ട്. 2 പാർട്ട് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ വേറെ ഒന്നല്ല, ഇത് നമ്മളെ കയ്യിലൊരു ചെമ്പരത്തിപ്പൂവുണ്ട്, തൊട്ടപ്പുറം ഒരു ശ്മശാനമുണ്ട്. ആ കാണുന്ന ശ്മശാനം, ആ ശ്മശാനത്തിൻ്റെ തൊട്ടിപ്പുറത്തെ അതിർത്തിയിൽ നമ്മൾ ഒരു മരത്തിൻ്റെ അടുത്ത് ഈ ചെമ്പരത്തിപ്പൂ ഡംപ് ചെയ്യും, ഇല്ലെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അത് 12 മണിയാകുമ്പോൾ, കറക്റ്റ് അർദ്ധരാത്രി 12 മണിയാകുമ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടി വരും. ഗൈസ്, എന്നാ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ അടിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ബെല്ലൈക്കും കൂടി അമർത്തുക ഗൈസ്. അപ്പോൾ എന്നാ സംഭവിക്കുന്നത് നമുക്ക് കാണാം ഗൈസ്. ഇത് ചില്ലറ സ്ഥലമൊന്നുമല്ല, അത് നിഗൂഢത നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. എന്തായാലും നമ്മളെ പ്രേതം പിടിച്ചില്ലെങ്കിൽ പന്നിയും കുത്തും.